രാജ്യത്ത് ഇന്ധനവില കഴിഞ്ഞ രണ്ടാഴ്ചക്കിടെ ഇത് നാലാമത്തെ വർധനവാണ്. പെട്രോളിന് 2.61 രൂപയും ഡീസലിന് 2.71 രൂപയുമാണ് വർദ്ധിപ്പിച്ചിരിക്കുന്നത്. ഇത് സാധാരണക്കാരെ വലയ്ക്കുമോ? ചോദിച്ചു നോക്കാം. അതാണ് ഭയങ്കര ഇത് തന്നെയാണ്. ഇന്നലെ അടിക്കാൻ 110 ആയിരുന്നു, 110.99. ഇന്നിപ്പം അപ്പുറത്തെ റിലയൻസിന് മുമ്പിൽ 115, നമ്മുടെ 113. ഒന്നെന്ന് വെച്ചാൽ ഇപ്പോൾ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ട് തന്നെയാണ്. ഇലക്ട്രിക് വണ്ടി ആക്കാമെന്ന് വിചാരിക്കുകയാണ്. എന്താ പറയുക, ഇത് പെട്രോളിൻ്റെ വണ്ടി പെട്രോൾ മാത്രമല്ല, അതിന് എൻജിൻ ഓയിൽ അതായത് മെയിൻ്റനൻസ് കുറച്ച് വരുന്നുണ്ട്. പെട്രോള് അല്ലാത്തത് കുറച്ച് ഉപയോഗിച്ച് നോക്കണം. ഇലക്ട്രിക് ആയിരിക്കും കുറച്ച് നന്നാവുക. ഇതിങ്ങനെ വർദ്ധിക്കുന്നതിനനുസരിച്ച് കുറയുന്നില്ലല്ലോ, വർദ്ധിച്ച് വരാണ്. CNGക്ക് ഇപ്പോൾ 6-7 റുപ്യോളം കൂടുതലായി ഇപ്പോൾ ഈ രണ്ടാഴ്ചൻ്റെ ഉള്ളിൽ. CNGക്കും ഉണ്ട്. എല്ലാം അറിയുന്നുണ്ട്. അറിഞ്ഞിട്ട് നമ്മളിപ്പോൾ എന്ത് ചെയ്യാനോ ഒന്നും ചെയ്യാൻ പറ്റില്ല. എല്ലാം അവരങ്ങോട്ട് തീരുമാനിക്കുക, അതല്ലേ, വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. ആർക്കെല്ലാം എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഇനിയിപ്പോൾ ഇവിടുത്തെ ഗവൺമെന്റ് ഇതിന്റെ നികുതി വേണ്ടെന്ന് പറയും, അതും പറയില്ലല്ലോ. ഇപ്പം നമ്മളിപ്പോൾ പ്ലാൻ ചെയ്തിട്ടാണല്ലോ ഇപ്പോൾ ഓരോ ഫിനാൻഷ്യൽ സംഭവങ്ങൾ സെറ്റ് ചെയ്യാം. അപ്പോൾ ഇതിങ്ങനെ കൂടുന്ന സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാര്യവും നമ്മൾ ഇപ്പോൾ ഒരു 3 റുപ്യ വെച്ചിട്ട് ഇപ്പോൾ ഇന്നിപ്പോൾ 2 റുപ്യ എന്തോ കൂടി, കഴിഞ്ഞ ദിവസം എന്തോ കൂടി. അപ്പോൾ നമ്മൾ അത്രയും ഓട്ടോ ഓടുന്ന ആളുകൾക്ക് ഇത് നന്നായിട്ട് ബാധിക്കും. ഇപ്പോൾ നമ്മൾ ചെറിയ ഓട്ടമല്ല, അത്യാവശ്യം നല്ല ലെങ്ത്തിൽ ഓടുന്ന ആളുകൾക്ക് വെച്ചാൽ നന്നായിട്ട് ഫിനാൻഷ്യലി ബാലൻസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പാവപ്പെട്ടവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് വരുന്നത്. എല്ലാ സാധനങ്ങൾക്കും വില കൂടുന്നത്, വണ്ടി ചാർജ് കൂടുന്നത്, മൊത്തമായിട്ട് വിഷയങ്ങളാണ്. നമ്മൾ വരണം നേരിട്ട് ബാധിച്ചിട്ടുണ്ട്. നമുക്ക് ഓടിയിട്ട് വലിയ ഗുണമൊന്നുമില്ല. ആൾക്കാർ 5-10 രൂപയുടെ തരുകയില്ല. പ്രധാനമായിട്ടില്ലേ, ചായക്ക് 12 രൂപ 15 രൂപയായി, പൊറോട്ട 12 രൂപ, ദോശ 10 രൂപ, ഇങ്ങനെയൊക്കെ എല്ലാം വർദ്ധിച്ചുകൊണ്ടിരിക്കും. അതിനുള്ള വരുമാനം നമുക്ക് ഇല്ല. അതാണ് എൻ്റെ കാര്യം. നമുക്കൊരു മാക്സിമം 500-600 രൂപ കിട്ടും ഒരു ദിവസം. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെയാണ് ഈ 4 കൊല്ലമായി. നമുക്ക് 2022 ചാർജ് കൂട്ടിയിട്ടുള്ളത് അവസാനമായിട്ട്. അതിനുശേഷം 4 കൊല്ലം കൊണ്ട് ചാർജിൻ്റെ ഒരു വ്യത്യാസം വന്നിട്ടില്ല. പിന്നെ നിത്യോപയോഗ സാധനങ്ങളുടെ വില കൂടിയിട്ടുണ്ട്, ഇതിൻ്റെ വില കൂടിയിട്ടുണ്ട്. പക്ഷേ ഓട്ടോറിക്ഷയിൽ കയറുന്ന ആൾക്കാർ ആ 32 രൂപ അല്ലാതെ ഒരു പൈസ കൂടുതൽ തരത്തില്ല. ആ സാധാരണക്കാരനെ തന്നെ ബാധിക്കുന്നത്. ഓട്ടോറിക്ഷക്കാർക്ക് തന്നെ അതിലൊരു ബുദ്ധിമുട്ടുണ്ട്. അതിൻ്റെ ഗ്യാസ് അതും കൂട്ടി, ഇവരൊക്കെ കൂട്ടിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ ഏത് ലെവലിൽ പോകണമെന്നൊന്നും അറിയില്ല. രണ്ടാമത്തെ കാര്യം, സാധാരണപ്പെട്ട നമ്മളെപ്പോലെ ഉള്ളവരൊക്കെയാണ് ഇവിടുത്തെ കഷ്ടപ്പാട്. അവർക്ക് ഏത് രീതിയിൽ കൂടെ വേണമെങ്കിലും കോർപ്പറേറ്റ് മുതലാളിമാരെ സഹായിക്കാനാണ് ഇന്ത്യ സർക്കാർ ഇരിക്കുന്നത്. വലിയ പ്രശ്നമാണ്. തൊഴിലാളികളെയും രാഷ്ട്രീയക്കാരെയും ബിസിനസ്സുകാരെയും എല്ലാം ബാധിക്കുകയാണ്. വലിയ പ്രശ്നമാണത്. ഈ തെരഞ്ഞെടുപ്പ് കഴിയാൻ വേണ്ടി കാത്തിരുന്നു. തെരഞ്ഞെടുപ്പ് കഴിയാൻ വേണ്ടി കാത്തിരുന്നു. അല്പം കുറച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമെന്ന് വിചാരിച്ചു. ഇനി ചിലപ്പോൾ ഈ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത് നിയമസഭയിലൊക്കെ അറിയാമെന്ന് തോന്നുന്നു. മിക്കവാറും കുറയ്ക്കാൻ സാധ്യതയുണ്ട്. പാവപ്പെട്ടവർ നിൽക്കും. എല്ലാവരെയും ബാധിക്കും. എന്തെങ്കിലും എങ്ങനെയായാലും എന്ത് ചെയ്യാൻ ആയിപ്പോയില്ലേ ഇങ്ങനെ. ഒരു ചായ കുടിക്കാൻ ഇറങ്ങുമ്പോൾ നമ്മൾ എന്തെങ്കിലും കഴിക്കാൻ ഇറങ്ങുമ്പോൾ പേരിൽ ഈ പെട്രോളിൻ്റെ പേരിലാണ് 15 രൂപയ്ക്ക് ചായ, 10 രൂപയുടെ ചായ 15 രൂപ, കടിയൊക്കെ 15 രൂപ. പിന്നെ എവിടെ എത്തും? സാധാരണക്കാരുടെ എല്ലാ കണക്കുകളും തെറ്റല്ലേ. ഒറ്റയടിക്ക് 10 രൂപ എന്ന് പറഞ്ഞാൽ 10 ലിറ്റർ ആകുമ്പോൾ 100 രൂപ മാറിയില്ലേ, 100-110 രൂപ മാറിയില്ലേ. ഒരു ചായ കുടിക്കാനൊക്കെ ഇറങ്ങുമ്പോൾ പിന്നെ ചായ കുടിക്കാൻ ഇറങ്ങുമ്പോൾ എല്ലാ സാധനത്തിനും ഇപ്പോൾ 12 രൂപയുടെ ചായ 13 15. അത് അവരെ പറഞ്ഞിട്ട് വേണം. ഗ്യാസിനും അതുപോലെ ഭയങ്കരമായിട്ട് വില വർധന വരുമ്പോൾ ഒന്നും ചെയ്യാൻ നോക്കില്ല. 100-ൽ 99 പേരോട് ചോദിക്കുമ്പോഴും പെട്രോൾ വില വർധന അവരുടെ ദൈനംദിന ജീവിതത്തെ ബാധിച്ചിട്ടുണ്ട് എന്നാണ് മറുപടി. 5 ഇടങ്ങളിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് പിന്നാലെ നിരന്തരമായി വർദ്ധിപ്പിക്കുന്ന ഇന്ധനവില ജനങ്ങൾക്ക് വലിയ തിരിച്ചടിയാണ് നൽകുന്നത്. ക്യാമറമാൻ വിനേഷ് നേതാജിക്കൊപ്പം ഹാൻസ് ജോൺ, ന്യൂസ് മലയാളം, തിരുവനന്തപുരം. അപ്പോൾ അതുതന്നെയാണ് ജനങ്ങൾ പറയുന്നത്. പ്രത്യേകിച്ചും ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴാണ് ഇത്തരത്തിൽ അടിക്കടി കൂട്ടുന്നത്. അതുവരെ എന്താണ് കൂട്ടാത്തത്? അതുപോലെ തന്നെ ക്രൂഡ് ഓയിൽ വില ഇത്തരത്തിൽ ഇങ്ങനെ കുറയുമ്പോൾ എന്തുകൊണ്ട് ഇവിടെ അത് കുറയുന്നില്ല എന്നുള്ളതാണ് പ്രധാനമായും ജനങ്ങൾ ഇക്കാര്യത്തിൽ ചോദിക്കുന്നത്. അതുപോലെ തന്നെ കേരള സംസ്ഥാന സർക്കാരുകളൊക്കെ ഇതിന് എന്താണ് ചെയ്യുന്നത്? അവർ ഈ ഒരു പെട്രോൾ വില കുറയ്ക്കാനുള്ള ഏതെങ്കിലും തരത്തിലുള്ള നടപടികൾ സ്വീകരിക്കുന്നുണ്ടോ എന്നുകൂടിയാണ് പൊതുജനം ചോദിക്കുന്നത്.